C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. കിടക്കണോ? കുറച്ച് കഴിയട്ടെ. കുടിക്കാൻ വെള്ളം മറ്റോ എടുക്കണോ അമ്മേ? നേരം പുലരും വരെ പച്ചവെള്ളം തുടരുതെന്നാ വൈദ്യര് പറഞ്ഞേക്കുന്നത്. അച്ഛൻ കുറച്ചേരം വെറുതെ ഇരിക്കട്ടെ. അച്ഛൻ ഇതെന്തു പറ്റിയെന്ന് പറയമ്മേ. അസുഖം എന്തെങ്കിലും ആണോ? അസുഖമൊന്നും അല്ല മോളെ, അവള് കഷായത്തിൽ വിഷം ചേർത്ത് കൊടുത്തു, അത്ര തന്നെ. ദൈവമേ, ആര്? ആ രാജേശ്വരിയോ? എന്നിട്ട് വീണു പോകുന്നതിന് മുമ്പ് അച്ഛൻ കാറെടുത്ത് ആ വീട്ടിൽ നിന്ന് ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു. റോഡിൽ കാറിന്റെ ഡോറ് തുറന്ന് ആള് വെളിയിൽ കിടക്കുന്ന രീതിയിലാണ് ഞാൻ കണ്ടത്. വൈദ്യശാലയിൽ എത്തിച്ച് തക്ക സമയത്ത് മറുമരുന്ന് കൊടുക്കാൻ പറ്റിയത് കൊണ്ട് ജീവൻ രക്ഷപ്പെട്ടു. പക്ഷേ അമ്മ അച്ഛനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അച്ഛനെ ഇനി ഇവിടെ നിർത്താന്നാണോ? തൽക്കാലം ഇവിടെ നിർത്തിയേ പറ്റൂ മോളെ. രാജേശ്വരി വിഷം കൊടുത്തു എന്ന് ഗോപാലേട്ടന് മനസ്സിലായി. വിവരം പുറത്തു പോകാതിരിക്കാനും സ്വത്ത് കൈവിട്ടു പോകാതിരിക്കാനും വേണ്ടി ഇനി വേണമെങ്കിലും അവര് ഗോപാലേട്ടനെ കൊന്നിരിക്കും. കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷെ അമ്മയെ പുറത്താരെങ്കിലും ഈ വിവരം അറിഞ്ഞോ? പുറത്താരും അറിയില്ല. അറിയാതെ നോക്കണം നമ്മള്. ഒരിക്കൽ ഉപേക്ഷിച്ചു പോയ ഭർത്താവിനെ ശാരദ പിടിച്ചു വച്ചിരിക്കുന്നു എന്ന് നാട്ടുകാർ പറഞ്ഞാലേ എനിക്കത് കാര്യമൊന്നുമല്ല. പക്ഷേ ഗോപാലേട്ടൻ ഇവിടെ ഉണ്ടെന്നറിഞ്ഞ രാജേശ്വരിയും ബാലേന്ദ്രനും ഒക്കെ ഇങ്ങോട്ട് ഇടിച്ചു കയറി വന്നെന്നിരിക്കും. അവര് ബലം പ്രയോഗിച്ച് ഗോപാലേട്ടനെ കൂട്ടിക്കൊണ്ടു പോയാലേ നമുക്ക് നോക്കി നിൽക്കാനേ പറ്റൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.